ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ ഫുള്ള് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ രേഖപ്പെടുത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കത് ഉപയോഗം എങ്ങനെയാണ് നിങ്ങളത് ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾക്കത് അതിൻ്റെ സ്മാർട്ട് ഫീച്ചേഴ്സ് വെച്ചാണോ? ഇപ്പോൾ അതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, പിന്നെ വാട്സപ്പിൽ മൊബൈലിൽ വരുന്ന മെസ്സേജ് എല്ലാം വാച്ചിൽ വിസിബിൾ ആയിരിക്കും, നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ആണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ നിങ്ങൾക്ക് ഹെൽത്ത് ട്രാക്കിംഗ്, സ്ലീപ്പ് ട്രാക്കിംഗ്, പിന്നെ ഹാർട്ട് ബീറ്റ് മെഷറിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണോ എന്ന് നിങ്ങളത് ചെക്ക് ചെയ്യുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണെന്നുള്ളതാണ്. iOS ആൻഡ്രോയിഡോ. ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിലും ഉപയോഗിക്കാം, ഐഫോണിലും ഉപയോഗിക്കാം. എന്നാൽ നിങ്ങൾ iOS സ്മാർട്ട് വാച്ചാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത് ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാൻ കഴിയില്ല, ഐഫോണിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഫോണിൽ ഉപയോഗിക്കാം, ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാം. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ മെയിനായിട്ടുള്ള കൺസേൺ ആണ്. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്കും, ബഡ്ജറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റിൽ നിങ്ങൾക്ക് മികച്ചൊരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ കമ്പാറ്റബിൾ ആയിട്ടുള്ള ആപ്പിൾ വാച്ചുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ തന്നെ പ്രീമിയം സാംസങ് ഗാലക്സി വാച്ചുകൾ ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ബഡ്ജറ്റ് നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ മുതൽ തന്നെ നല്ല 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 സ്മാർട്ട് വാച്ചുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. വാങ്ങിക്കുന്നതിന് യൂസും പിന്നെ ബഡ്ജറ്റും പിന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോം iOS ആണോ ആൻഡ്രോയിഡ് ആണോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തേതെന്ന് പറയുന്നത്, ഇത് കുറച്ച് വലിയ ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് വാച്ചുകൾ വാങ്ങിക്കുക. വലിയ ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് വാച്ചുകളുടെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാനൊക്കെ ഇച്ചിരി സിമ്പിളായിരിക്കും. അത് നിങ്ങൾക്ക് ചെറിയ ഡിസ്പ്ലേ ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നത്. പക്ഷേ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ചെറിയ ഡിസ്പ്ലേ, വലിയ ഡിസ്പ്ലേ. പക്ഷേ വലിയ ഡിസ്പ്ലേ വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. റെസൊല്യൂഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ 300 മുതൽ 400 പിക്സൽ വരെയുള്ള ഡിസ്പ്ലേകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ച് ഫേസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു റെസൊല്യൂഷൻ കാരണം ഇത് ഒരു കാണാൻ ഒരു ഭംഗിയില്ലാത്ത ഒരു ബോക്സ് മറ്റേ പിക്സലേറ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ 300 മുതൽ 400 നിറ്റ്സ് വരെ ഉള്ള ഡിസ്പ്ലേകളുള്ള സ്മാർട്ട് വാച്ചുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പിക്ചർ ക്വാളിറ്റി തന്നെ അതിന് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 5000 റുപ്പീസിന് മേലുള്ള സ്മാർട്ട് വാച്ചുകൾക്കൊക്കെ ആണെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് വാച്ചുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് വാച്ച് ആണെങ്കിൽ ഇപ്പോൾ പല സ്മാർട്ട് ഫോൺസിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാച്ചിൽ എപ്പോഴും ക്ലിക്ക് ചെയ്ത് സമയം നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോഴും അത് തെളിഞ്ഞു കിടക്കും. ഇത് അമോലഡ് ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് വാച്ചുകൾക്കേ പറ്റത്തുള്ളൂ. അതാണ്. അപ്പോൾ അതിനനുസരിച്ച് ബഡ്ജറ്റും കൂടുന്നതാണ്. ഇപ്പോൾ സ്മാർട്ട് ഫോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്മാർട്ട് വാച്ചിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ള അതാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം വരുമ്പോൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട നിങ്ങൾക്ക് കാര്യം, ഇപ്പോൾ നിങ്ങൾ വാച്ച് ഇട്ട് വീട്ടിൽ ഇരിക്കാനല്ലല്ലോ, ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണ്ടേ, ഡിസ്പ്ലേ കാണാൻ പറ്റണ്ടേ. അപ്പം സൺലൈറ്റ് വിസിബിലിറ്റി എന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് വെളിയിലിറങ്ങുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ താഴെ വെച്ച് നോക്കുമ്പോൾ സ്മാർട്ട് വാച്ചിൽ സമയം കാണാൻ പറ്റുന്നില്ല എങ്കിൽ അത് വേസ്റ്റ് ഓഫ് മണിയാണ്. കാരണം ഇത് ഇത്രയും വില കൊടുത്ത് വാങ്ങിയ സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് സൺലൈറ്റിൽ കാണാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെന്താണ്, അത്രയും പീക്ക് ബ്രൈറ്റ്നസ്സിൽ ഇട്ടാൽ പോലും ചില സ്മാർട്ട് വാച്ചുകൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ബ്രൈറ്റ്നസ്സിൽ ഉള്ള ഡിസ്പ്ലേ ഉള്ള വാച്ചുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുക. അത് നിങ്ങൾക്ക് സ്പെസിഫിക്കേഷനിൽ നോക്കി മനസ്സിലാക്കി നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ്. സ്മാർട്ട് വാച്ച് വാങ്ങിക്കുമ്പോൾ അടുത്തായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റിയാണ്. അത് മിനിമം ഒരു IP68 വാട്ടർ റെസിസ്റ്റൻസ് എങ്കിലും വേണം.
കാരണം ഇപ്പോൾ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പം ഇപ്പം കൈ കഴുകുമ്പം എന്തായാലും വെള്ളമൊക്കെ അതിൽ വാച്ചിൽ കയറും. അപ്പം പെട്ടെന്ന് ഇത് അടിച്ചു പോവുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല, അത്രയും കാശ് പോവും. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് റെസിസ്റ്റൻസ് കപ്പാസിറ്റിയും കൂടെ നോക്കിയിട്ട് വേണം ഒരു സ്മാർട്ട് വാച്ച് കൺസിഡർ ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളത് ബ്ലൂടൂത്ത് വെർഷനാണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. അതിൽ താഴെയുള്ള സ്മാർട്ട് വാച്ചുകൾ വാങ്ങിക്കരുത്. അത് ഓൾഡർ വെർഷൻ സ്മാർട്ട് വാച്ചുകളാണ്. നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ മിനിമം ബ്ലൂടൂത്ത് വെർഷൻ 5.0 തന്നെ വാങ്ങിക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്മാർട്ട് വാച്ച് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് വാച്ച് ഫേസ്. ഇതിനകത്ത് വാച്ച് ഫേസ് നിങ്ങൾക്ക് കസ്റ്റം വാച്ച് ഫേസും അല്ലാത്ത വാച്ച് ഫേസും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാച്ച് ഫേസിൻ്റെ ഇതനുസരിച്ച് വാച്ച് ഫേസിൻ്റെ എണ്ണം എത്ര വാച്ച് ഫേസുകളുണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന വാച്ച് ഫേസുകൾ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പം ഒരു വാച്ചിനൊരു ഫ്രഷ് ഫീൽ കിട്ടും, ഒരു മടുപ്പ് തോന്നത്തില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ രേഖപ്പെടുത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.